എല്ലാ കൂട്ടുകാർക്കും ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓണം സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് ബോളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പത്തിരി പോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ബോളിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു കപ്പോളം മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മൈദപ്പൊടിയിൽ ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് ആദ്യം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇളം ചൂടുള്ള കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ ഓയിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് തടവിക്കൊടുത്ത് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും 2 ഗ്രാമ്പൂവും പിന്നെ ജാതിക്കയുടെ ചെറിയൊരു പീസും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതാ ഒരു കപ്പോളം കടലപ്പരിപ്പ് കുക്കറിൽ ഒരു 3 വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ് നമുക്ക് പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്ത് അതേ മിക്സി ജാറിലേക്ക് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. കടലപ്പരിപ്പ് ഞാൻ കുറച്ച് മുന്നേ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത കടലപ്പരിപ്പ് ഞാനിത് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കടൽപ്പരിപ്പിൽ ഒട്ടും തരിതരികളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചുകൂടെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, നമ്മൾ കടലപ്പരിപ്പ് അരിപ്പയിലിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടും തരിതരികളൊന്നും കടൽപ്പരിപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സ്വീറ്റ് ബോളി നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് പത്തിരി പോലെ നല്ല പോലെ പൊങ്ങി കിട്ടും കേട്ടോ. നമ്മൾ കൈവച്ച് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് അരിപ്പയുടെ പുറകിലേക്കായിട്ട് കടലപ്പരിപ്പ് അരച്ചത് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് കൈവച്ചതുപോലെ വടിച്ചങ്ങ് എടുത്താൽ മതി. അങ്ങനെ കടലപ്പരിപ്പ് അരിച്ചതെല്ലാം ഞാനിതുപോലെ തന്നെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിത് പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും 1 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്ത കടലപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലപ്പരിപ്പ് അരച്ചത് നെയ്യിലിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ പഞ്ചസാരയും ഏലക്കായ ഗ്രാമ്പു അതുപോലെ ജാതിക്കയുടെ കഷ്ണമൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഒരു പകുതി ഭാഗം മാത്രമേ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കടലപ്പരിപ്പ് അരച്ചത് വഴറ്റിയെടുത്തതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇതുപോലൊന്ന് ലൂസായി വരും. ഇങ്ങനെ ലൂസായി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ സ്വീറ്റ് ബോളിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ നമ്മൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ, അതൊക്കെ നല്ല പോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് കുറച്ച് വലിയ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. മാവ് ഈ ഒരു രീതിയിലൊന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് നല്ല പോലെ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അതിൽ നിന്നും 1 ടീസ്പൂണോളം നമുക്ക് ഈ മാവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിലൊന്നങ്ങ് കവർ ചെയ്തെടുക്കാം.
അങ്ങനെ എല്ലാ മാവിലും നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോൾസുകളെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ചപ്പാത്തി പലകയിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ വിതറി കൊടുത്തിട്ടുള്ളത്. സ്വീറ്റ് ബോളിലേക്കുള്ള മാവ് നമ്മൾ പരത്തിയെടുക്കുമ്പം അരിപ്പൊടിയിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വിതറിക്കൊടുത്ത് പത്തിരിപ്പൊടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ഓരോ ബോൾസും എടുത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം കൈ വെച്ച് തന്നെ ചെറുതായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ മാവിലേക്ക് കടലപ്പരിപ്പ് അരച്ചതിൻ്റെ ഫില്ലിങ്സ് കൂടെ വെച്ച് കഴിയുമ്പം മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ കൈ വെച്ച് തന്നെ നമുക്കിത് പെട്ടെന്ന് പരന്ന് കിട്ടും. കൈ വെച്ച് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ഒരു കുഴൽ വെച്ച് ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. ഒരുപാട് ബലം ഉപയോഗിച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. ഒരുപാട് തിക്കുമായിട്ടല്ലെന്നാൽ ഒരുപാട് തിന്നും അല്ലാതെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ മാവും പരത്തിയതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ അത് ചുട്ടെടുക്കാവുന്നതാണ്. ഗ്യാസ് അടുപ്പിൽ ഇതാ ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത മാവ് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് ചൂടായി ഒന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം ഒന്നങ്ങ് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിൽ തടവി കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഞാൻ പരത്തി ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് നമുക്കിത് പൊങ്ങി കിട്ടും കേട്ടോ. നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചത് നല്ലപോലെ തന്നെ അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നമുക്ക് മാവ് പൊങ്ങി കിട്ടുന്നത്. കടലപ്പരിപ്പിൽ എന്തെങ്കിലും തരിതരികൾ ഉണ്ടെങ്കിൽ നമുക്ക് മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് നല്ലപോലെ പൊങ്ങി നല്ല രുചികരമായിട്ടുള്ള സ്വീറ്റ് ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഏത് പായസം കൂട്ടി വേണമെങ്കിലും സ്വീറ്റ് ബോളി കഴിക്കാവുന്നതാണ്. ഞാനിവിടെ അടപ്രഥമനാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വീറ്റ് ബോളി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.